അപ്പോ കർബ പ്രസൻസ് നമ്മുടെ ഓണ ഹോസ്റ്റലിലെ ഓണപരിപാടിക്ക് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് ഈ സന്തോഷവേളയിൽ എന്താണ് പറയാനുള്ളത്? സിനാന്റെ അടുത്ത് പോവാ. സിനാൻ, റിഹാൻ എന്താണ് പറയാനുള്ളത്? ഒരേ മൂഡ് തന്നെ. അത് നമ്മുടെ അത്തപ്പൂവാണ് ഇവിടെ ഉള്ളത്. അത്തപ്പൂലേക്ക് കാണിച്ചേ. ഇവിടെ അത്തപ്പൂ ഉണ്ട്. നമ്മുടെ ചെക്കന്മാരെല്ലാം ഇവിടെ മൂടാണ്. നോക്കുക, എല്ലാരും കാണിച്ചേ. എന്താണ് ശരിയായ ഓണം? യൂസുഫ് ഭയങ്കര തിരക്കിലാണ് സുഹൃത്തുക്കളെ. അടിപൊളി 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 പേര്. അതെ, ഇആറിന്റെ രോമാഞ്ചപ്പുളകിതനാക്കുന്ന CK, പെൺകുട്ടികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്ന CK ഫാദി. എന്താണ് പറയാനുള്ളത് CK? എന്റെ ഗുരുവായ സൽമാനോട് വെക്കുമോ എന്നെ പറ്റി പറയുന്ന മോശമാണ്. നമുക്ക് സൽമാനെ പറ്റി സംസാരിക്കാം. അത്തപ്പൂവിലേക്ക് പോവാം. അത്തപ്പൂവിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരും ചോദിച്ചാൽ ഞാൻ തന്നെയാണ്. അപ്പോ ഫൈസി ഇആറിന്റെ രോമാഞ്ചം. ഫൈസി എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു ഓണം. നമ്മള് തിരുവോണം എല്ലാരും ഉഷാറാക്കാം. ഓണാശംസകൾ. തിരുവോണാശംസകൾ. അടുത്ത സനാഹുലിന്റെ 2 വാക്കുകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, ഈ അത്തപ്പോയിട്ട് ആരാന്നറിയോ? സൽമാൻ. അത് എടുത്ത് പറയേണ്ടതാണ്. അത്തപ്പോയിട്ടത് ഞാനാണ്. ബോർഡർ എല്ലാം വരച്ച ഞാനാണ്. പച്ചയിലിട്ടവനാണേ. അവനൊന്ന് കാണിക്കണേ. നമ്മുടെ ഇയർ തുടങ്ങിയിട്ട് നമ്മൾ ഒരു കിഡിലെ സാധനം അടിച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കർബയുടെ ഒരു കിഡിലോസ്കി ഒരു വോൾ പെയിന്റിംഗ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ. കൈഡർ ഹാപ്പി ഓണം. അതെ, ഗോൾഡനിലെ 2ാമത്തെ വ്യക്തിയാണ് നമ്മുടെ കെയ്ഡറിന് എന്താണ് പറയാനുള്ളത് ഓണത്തെ പറ്റി? ഹാപ്പി ഓണം. ഓണം ആരുടെ ഉത്സവമാണ്? മാവേലി. മാവേലിയുടെ ഉത്സവം. ഓണം മലയാളികളുടെ ഉത്സവമല്ലേ? എന്താണ് ഓണത്തിനെ പറ്റി 2 വാക്ക്? ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ. അടുത്ത റിച്ചുട്ടൻ. ഇവിടെ ഇതാണ് റിച്ചുട്ടൻ. എന്താണ് ഓണത്തിനെ പറ്റി പറയാനുള്ളത്? നമ്മുടെ പരിപാടി എങ്ങനെയുണ്ട്? കളറായിട്ടുണ്ട്. വളരെ നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ പരിപാടി ഇതുവരെ തുടങ്ങിയിട്ടില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഉഷാറായിട്ട് കൊണ്ടുപോകാം. കമോൺ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സ്വീകരിച്ച് ധാരാളം അതിഥികൾ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അവിടെ ഒരു ടീം ഫോട്ടോ എടുക്കുക. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അമ്പോ ER ടീംസ് ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ട് സഖി ഒരു കൊല മുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ. ഇതേതാ ടീം? പള്ളിയങ്ങാടിയിലെ മസിൽ പിടുത്തക്കാരാന്ന് തോന്നുന്നു. യൂസിനെ കാണിച്ചേ. അമ്പോ ആരും ഷഡ് ഇട്ടിട്ടില്ല. കാട്ടക്കമ്പനി സലൂജ് എന്താണ് പറയാനുള്ളത്? അടിക്കിടിലക്കിണ്ണം പരിപാടി. ഓണത്തിനെ പറ്റി എന്താണ് സലൂജ്? ഓണം ആരുടെ ഉത്സവമാണ്? നമ്മുടെ എങ്ങനെയാണ് ഓണം പിറവിയുള്ളത് അറിയൂല. സലൂജിന് എങ്ങനെയാണ് ഓണം പിറവിയുണ്ടെന്ന് അറിയൂല. വളരെ എന്താണ് ഈ പരിപാടിയെ പറ്റി പറയാനുള്ളത്? കിടിലൻ പരിപാടി. ഒരു ഇതുമില്ല. എന്ത് അടിപൊളി ഓണം ഒരു രക്ഷയില്ല. ഓണം ആരുടെ ഉത്സവമാണ്? മഹാബലി. എങ്ങനെയാണ് ഓണം കേരളത്തിൽ ജന്മം കൊണ്ടത്? ചൈടി താത്തിരോ ആരെ ചവിട്ടി തത്തി? മഹാബലിന. കോടാലി അറിഞ്ഞപ്പോ മാവേലിനോട് 3 സ്ഥലമാണെന്ന് ചോദിച്ചു. ഒരു സ്ഥലം ഭൂമി, ഒരു സ്ഥലം വേറെ ലോകം മൊത്തം, ഒരു സ്ഥലം. അപ്പൊ 3ാമത്തെ ഒരു സ്ഥലം ചോദിച്ചപ്പോ സ്ഥലമില്ല. അതില് മാവേലി തന്റെ തല കാണിച്ചു കൊടുത്തു. കിഡിലൻ. അമ്പോ സനാഹുൽ, മെക്കിന്റെ അഭിമാനമായ സനാഹുൽ. നമ്മുടെ ഗ്യാങ്ങിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ആർക്കും ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കുഴിയിലും പോയി വീഴാറുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ചെക്കനൊക്കെ പരിചയപ്പെടാം. എല്ലാവർക്കും തിരുവോണാശംസകൾ. പിന്നെന്താ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? തനിക്ക് പ്രണയം ഉണ്ടായിരുന്നോ? എന്ത് ചോദ്യാണ്? പ്രണയമില്ലാത്ത മനുഷ്യരുണ്ടോ? ഞാൻ പ്രണയിച്ചനാണ്. നമ്മുടെ പ്രഭുവിനോട് പ്രണയം ഉണ്ടോന്ന് ചോദിച്ചപ്പോ നമ്മുടെ സലൂജ് വന്ന് എന്റെ അടുത്ത് പറഞ്ഞു അവനോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ സലൂജ്, തനിക്ക് പ്രണയമുണ്ടോ?
ഉണ്ട് സലൂജിന് പ്രണയമുണ്ട്. ആരോടാണ്? കോളേജിലെ TKM കോളേജിലെ പറയൂ പറയൂ ഞാനെന്തിനും ഗുണ്ടായിസം ഇത് വെച്ച് പറയൂ. ആ കുട്ടി വ്ലോഗ് കാണും, തീർച്ചയായിട്ടും താങ്കളോട് ഇഷ്ടം തുറന്നു പറയൂ. സലൂജ് നാണം കൊണ്ട് പുളകിതനാകുന്നു. സലൂജിന്റെ പ്രണയം എന്താണ്? TKMലെ റെഡിറ്റിലെ ഹോട്ട് ന്യൂസ്. സലൂജിന്റെ പ്രണയം പറയൂ. എടാ ഞാൻ കിടന്ന് പൊളയെ നടന്നു. അതൊന്ന് കാണിച്ചേ. ഇജാസ് ഇതാ പച്ചപ്പർവ്വതാനയിൽ ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇജാസ് കരുനാഗപ്പള്ളിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി. ഇജാസ് പ്രണയമുണ്ടോ? ഇജാസിന് ഒരു പക്കാ തേപ്പ് കിട്ടി ഗൈസ്. പ്രണയമുണ്ടോ? ഇല്ല. എന്നാ പ്രണയത്തെ പറ്റി 2 വാക്ക്. വാക്കുകൾ ഇല്ല. ഒരു കുട്ടി താങ്കൾ ഇപ്പൊ ഒന്ന് പ്രപ്പോസ് ചെയ്താൽ എന്ത് പറയും? നോ. അതെന്തുകൊണ്ട്? താല്പര്യമില്ല. എന്തുകൊണ്ട് താല്പര്യമില്ല? ഇപ്പോൾ പഠനം സംബന്ധമായ കുറെ കാര്യങ്ങൾ. എത്ര സപ്ലൈ? 0 സപ്ലൈ. 9.7 CGPA ഇജാസ്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി സുഹൃത്തുക്കളിലേക്ക് പോകാം. ABD ഉണ്ടു സഖി ഒരു കുലമുന്തിരി. എന്താണ് പറയാനുള്ളത്? വളരെ മനോഹരമായാണ് ഇപ്പോൾ മുന്നേറുന്നത്. ആര് മുന്നേറുന്നത്? നമ്മളെ കർബ ടീം. ഈ ഫൈസി കുറെ നേരമായിട്ട് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ട് കറങ്ങുന്നുണ്ട്. വ്ളോഗിൽ എന്നാൽ എന്റെ ഒരു ഫേമസ് ആണ് ഇവിടെ പോകാൻ പോകുന്നത്. ഇമാതിരി വാണ വ്ളോഗിൽ എന്നാലും സെൽവാൻ കട്ട് ചെയ്യും. ഫേമസ് താങ്കൾ ഏത് രീതിയിലാണ് ഫേമസ്? ഫൈസി പോലെ താങ്കൾക്ക് ER കുറെ ബന്ധങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് പറയാനുള്ളത്? പല രഹസ്യങ്ങളും ഞാൻ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നു. സൽമാന്റെ ഒരു വ്ളോഗിന് എല്ലാ ആശംസകൾ പറയാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ അച്ചായൻ, നമ്മുടെ ERലെ അച്ചായൻ ഒരു പ്രണയമുണ്ട്. ആ പ്രണയം ഞങ്ങൾ ഇന്നിവിടെ വെളിപ്പെടുത്തുന്നതാണ്. അച്ചായൻ, താങ്കൾക്ക് ഒരു കുട്ടിയോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. ആ കുട്ടിയുടെ പേര് ഞാൻ പറയണോ? വേണ്ട. എന്തുകൊണ്ട്? അതൊരു പെൺകുട്ടിയെ മാനസികമായി ഒരു ചാൻസ് കിട്ടി ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ, താങ്കൾ എന്ത് ചെയ്യും? ഞാൻ ചെയ്യില്ല. എനിക്ക് ഇനി ഇവിടെ ജീവിക്കേണ്ടതാണ്. പേടിയാണോ? എന്തുകൊണ്ട് താങ്കളുടെ ഇഷ്ടം തുറന്നു പറയുന്നില്ല? ഒന്നാമത്തെ കാര്യം, എനിക്ക് എന്നെക്കാൾ ലുക്കുള്ള കുറെ പേരുണ്ട് ഇവിടെ. ഒന്നാമത് തന്നെ സൽമാൻ. ലുക്കൊരു കഴിഞ്ഞു. മതി. ഹിഷാം, ഇനി നമ്മുടെ കൊല്ലത്തിന്റെ വരുന്ന സ്ഥാനാർത്ഥി, വേണേ ജില്ലാ പ്രസിഡന്റ് അല്ല, മുഖ്യമന്ത്രി, MLA എല്ലാം കഴുത്തുറ്റ ഒരു നമ്മുടെ ചെക്കനാണ്, കമ്പനിക്കാരനാണ് ഹിഷാം. എന്താണ് ഹിഷാം പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാൻ. സന്തോഷവേളയിൽ 2 വാക്കുകൾ നമ്മുടെ യുഎസിന് വേണ്ടിയിട്ട്, നമ്മുടെ ചെക്കന്മാർക്ക് വേണ്ടിയിട്ട്. എല്ലാരും എന്താ സൽമാനെ സപ്പോർട്ട് ചെയ്യുക. ഫഹമിക്ക് ഒരു ആഗ്രഹം വ്ളോഗിങ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫഹമിയുടെ കയ്യിലേക്ക് നമ്മൾ കുറച്ച് നേരത്തേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഫഹമി, ടേക്ക് മൈക്ക്. ഫഹമിക്ക് ഇപ്പൊ ഒരു പ്രണയം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, സത്യമാണോ? അത് തികച്ചും സത്യം. അതെ. ഫഹമി വന്ന സമയത്ത് 24 മണിക്കൂർ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 1 മാസം മുമ്പ് ഫഹമിയുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. അതിനുശേഷം ഫഹമിയെ കാണാൻ കിട്ടുന്നില്ല. രാവിലെ 9 മണിക്ക് പോകും, രാത്രി 10 മണിക്കാണ് തിരിച്ചു കയറുന്നത്. എന്താണ്? റിഹാൻ വന്നിട്ട് എന്നെ എന്ന് പറയുന്നുണ്ട്. റിഹാൻ പറയൂ. എല്ലാരും അറ്റൻഷൻ സീക്കറാണ്. എല്ലാവർക്കും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് റോള് കാണിക്കാൻ. ഇന്ന് ദേവന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ദേവാ. ദേവൻ ഓടല്ലേ ദേവൻ. എന്താണ് ഈ സന്തോഷവേളയിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതിന്റെ കൂടെ തന്നെ ഒരു പരിപാടി കൂടെ നടന്നപ്പോ ഡബിൾ ഹാപ്പി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു പരിപാടിയാണ്. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്. അതും അനക്സ് ഹോസ്റ്റൽ അതിഥികൾ. റസ്വിൻ കെമിക്കൽ. ഇതാണ് കെമിക്കലിന്റെ അഭിമാനമായ റസ്വിൻ. ചന്ദ്രനുണ്ട്. അതെ. CSAയിലെ കരുത്തുറ്റ സ്ഥാനാർത്ഥി, വരും ഇലക്ഷനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥി. CS സപ്ലി ഒരു ചെറിയ പ്രശ്നമായിട്ട് വരും. മനുഷ്യരല്ലേ, 2-3 സപ്ലൈ കാണും. മുമ്പേ വന്ന് ക്യാമറ കൂടി നമ്മൾ നേരത്തെ ഓൾറെഡി പരിചയപ്പെട്ടു. ഇവിടെ കക്കൂസ് പോരാന്ന് പറഞ്ഞിട്ട് ഗോൾഡിലേക്ക് പോയ ഒരു വ്യക്തിയാണ് നമ്മുടെ നെഹ്യാൻ. വീണ്ടും ക്യാമറയെ കൊടുങ്ങാൻ വേണ്ടിട്ട് വന്നിപ്പോണ്ട്. റിഹാൻ പറയൂ. റിഹാൻ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാന താരം റിഹാൻ പറയൂ, എന്താണ് ഈ സന്തോഷവേളയിൽ പറയാനുള്ളത്? ഇപ്പോൾ അവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അയച്ച് ഇങ്ങനെ പോണു. പരിപാടികൾ കുറച്ച് കഴിഞ്ഞാല് ആരംഭിക്കും. പരിപാടികൾ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ, ശേഷം നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിക്കും. പരിപാടി നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? പരിപാടി എന്നാണോ? പരിപാടി. അപ്പോ നമുക്ക് അങ്ങോട്ടേ പോവാം. നമ്മുടെ കുറച്ച് ഫൈസി ആ ടീമിലെ ടോപ്പാണെന്നാണ് വിചാരം. പല്ല് കാണിച്ചിരിക്കുന്നു. ഫസീന്റെ വിചാരം ആ ഗ്രൂപ്പിലെ മെയിൻ ആണെന്നാണ്. പക്ഷേ ഒരു തൂറി ചക്കനാണ് ഫസീൻ. അതിന്റെ അപ്പുറത്ത് ശ്രാവൺ. ഇതാണ് നമ്മുടെ ലെറ്റിന് വന്ന്
തൂക്കിയ ചങ്ങായി. ചെക്കന്മാരെല്ലാം കയ്യിലെടുത്തില്ലേ? ഹിഷാം അമ്പോ തൂക്കി അയാസിനെ ട്രിപ്പിളിക്കാർ മാറ്റി നിർത്തി. എന്താണ് അയാസ് അതിനകത്ത് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള വെച്ചാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സൽമാന്റെ വ്ളോഗിൽ എത്താനാണ്, അല്ലാണ്ട് ഈ ട്രിപ്പിളിക്കാരോട് ഫോട്ടോ എടുക്കലല്ല. ബ്ലഡ് ചോരയ്ക്ക് ചോര. സിനാൻ സിവില്ല സിനാൻ, എന്താണ് ഈ സന്തോഷവേളയിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഈ സന്തോഷവേളയിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യം തന്നെ പിണറായി വിജയനോ ഉമ്മൻചാണ്ടി? ആക്ച്വലി ഞാൻ UDSF അപ്പോ റിഹാൻ ക്യാമറ സ്പേസിനായി ആഗ്രഹിക്കുന്ന റിഹാൻ അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടേക്ക് എഴഞ്ഞു ചെല്ലുകയാണ്. അവിടുന്ന് വെളിയിലേക്ക് ചവിട്ടി കളഞ്ഞിരിക്കുന്നു. അമ്പോ അവിടെ അയാസ്. ഈ ഫൈസി ഇത് മറ്റേ ടീമല്ലേ, മറ്റേ സീനിയർ ചേട്ടന്മാര്. ഇവരെ തൊട്ടാൽ ആരും ചോദിക്കാൻ വരൂല. അമ്പോ ആ കാവിക്കൈയിൽ എടുത്തേക്ക് ചേട്ടനേതാ? ടീം എന്നൊക്കെ പറഞ്ഞ ആ ചേട്ടന്മാരാണ്, കണ്ടോ? അമ്പോ തൊട്ടാ തീ പാറും. വലിയ പ്ലാനിങ് ആണ് അവിടെ. ഇവർ അരമണിക്കൂറായിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ബുദ്ധിയില്ലാത്ത ടീമാണ്. മെയിൻ വന്നു ഫസീൻ കണ്ണാടി വെച്ചിരിക്കുന്ന ചെക്കനാണ് ഫസീൻ. ജഫൽ മെക്കിന്റെ അഭിമാനം ജഫൽ, എന്താണ് പറയുന്നത്? സന്തോഷവേളയിൽ എന്താണ്? സന്തോഷവേളയിൽ നമ്മൾ ഇന്ന് നൈറ്റ് നമ്മള് പൊളിക്കൂലേ മച്ചാനെ? ഞങ്ങളിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. എന്തിനാ അങ്ങോട്ട് ഗഡി തൃശ്ശൂർ ഗഡി. എന്താണ് അഭിപ്രായം? നമ്മുടെ ഓണത്തിന്റെ പേരെന്ന് വെച്ചാൽ തിരിവ് ഓണം. തിരിവ് എന്താണ്? എന്താണത്? എന്താണ് നമുക്കൊന്നും അറിയില്ലേ? വന്നേ ജഫൽ, നമ്മൾ പറഞ്ഞു നിർത്തിയത് ജഫലിനോടാണ്. ബാക്കി പറയൂ. ജഫലിന് പ്രണയമുണ്ടോ? പ്രണയമില്ല. പ്രണയത്തിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? എന്തുകൊണ്ട് പ്രണയത്തെ ആവശ്യമില്ല? ഇതൊക്കെ ഒരു പ്രണയമല്ലടാ, നമ്മൾ തമ്മിൽ പ്രണയം. അതാണ് ചെക്കന്മാരൊക്കെ ഇതൊക്കെയാണ് വൈബ്. ഫൈസി ഇവിടെ വന്നിരിക്കുന്നു. എവിടെ ക്യാമറ ഉണ്ട് അവിടെ ഫൈസി ഉണ്ട്. അഫ്ഷാൻ. ഇതേതായി ടീം? അഫ്ഷാൻ കടന്നു വരൂ. വാർഡൻ സുഹൈർ സാറിന്റെ അടുത്തേക്ക് പോകാം. നമ്മുടെ പരിപാടിയെ പറ്റി സുഹൈർ സാറിന് എന്താണ് പറയാനുള്ളത്? സാർ, എന്താണ് ഈ പരിപാടിയെ പറ്റി പറയാനുള്ളത്? വളരെ നല്ല പരിപാടിയാണ്. അതെ, എല്ലാവർക്കും എന്റെ ഓണം ആശംസകൾ. അതെ, ഓണം ആശംസകൾ സാർ നമുക്ക് നേരുന്നു. സാർ, നമ്മുടെ കൂടെ പരിപാടിക്കൊക്കെ കാണൂലേ? ഉറപ്പായും ഗെയിംസിനൊക്കെ സാർ കാണും. സാറിന്റെ നല്ലൊരു ഇന്ററാക്ഷൻ നമ്മളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാർ ഒന്നുകൂടെ പറയൂ. സാറിന്റെ അടുത്ത് നമ്മൾ മുമ്പേ വന്നതാണ്, വീണ്ടും നമ്മൾ വന്നിരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നൽകിക്കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതാണ്. ഹണി, ഇതാണ് നമ്മുടെ മെക്ബിയുടെ അഭിമാനം. ഹണി, എന്താണ് ഹണിക്ക് പറയാനുള്ളത്? എല്ലാവർക്കും ആശംസകൾ. തിരുവോണം 26 ഏവർക്കും സ്വാഗതം. മലയാളം ടോപ്പ്. രണ്ട് സ്റ്റെപ്പ് ഇട്ടേ. പറയാം. എന്താണ് പറയാനുള്ളത്? ഓണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഓണം മഹാബലിയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഓണം. അത് ക്രിസ്തുവിന്റെ അല്ലേ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് ഫ്രൈഡേ അത് ഏപ്രിൽ 14 അതെ. അപ്പൊ ഹാഷിന്റെ 2 സ്റ്റെപ്പ് പ്രതീക്ഷിക്കുന്നു. 2 ഡാൻസ് കളിച്ചോ? അബ്ദുറഹ്മാൻ നടന്നു പോകുന്നു. ക്യാമറയിൽ നിന്ന് മിന്നി മറയുന്നു അബ്ദുറഹ്മാനെ 2 സ്റ്റെപ്പ് ഇട്ടേ. സ്റ്റെപ്പ് ഇറാ. എന്താണ് ഈ സന്തോഷവേളയിൽ എന്താണ് പറയാനുള്ളത്? കമോൺ ഇടലേ. അലിൻ ജോസ് പെരേരയുടെ കട്ട ആരാധകൻ. അലിൻ ജോസ് പെരേരയുടെ കടുത്തുറ്റ ആരാധകൻ. അഫ്ഷാൻ, ആ മോന്ത കണ്ടില്ലേ? അമ്പോ ബളി ബിട്ടോ തൂരി
ഐ ഐ ആ താടി കാണിച്ചേ. ഐ കാല് പഠിച്ചിട്ടുണ്ട്. ഐ കോയിക്കാക്ക നടക്കുന്നു. കോയിക്കാക്ക അമ്പോ റബ്ബേ പൊലിവ് അല്ല അല്ല. ഡാൻസ് മൂഡ് എല്ലാരും ഒന്ന് ആടിപ്പാടി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. പാട്ടു കേട്ടടി തങ്കമ്മേ, കൊടുപ്പതിണ്ട് ഞാൻ ഒടുങ്ങി പോയടി തങ്കമ്മേ, ഒടുമ്പോ വാസന്റെ കേട്ടടി തങ്കമ്മേ, എന്നെ ഞാൻ ഒടുങ്ങി പോയടി തങ്കമ്മേ, പട്ടികാടിക്കല്ല കുട്ടികളല്ലടി തങ്കമ്മേ തങ്കമ്മേ. തങ്കമ്മോ ഓ ഓ തങ്കമ്മേ. വഹീജ്, നമ്മുടെ ക്യാമറമാൻ വഹീജിന്റെ അടുത്തേക്ക് പോവാ. വഹീജേ പോലെ വഹീജേ വീഡിയോ നിന്നെ കേട്ടില്ല. ഇത്ര നേരം നമ്മുടെ ക്യാമറ പിടിച്ച വഹീജിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു ഇത്. ഞാനെപ്പോഴും സ്റ്റുഡിയോ കഴിഞ്ഞു. ഓക്കെ, 2 സ്റ്റെപ്പ് ഇട്ടേ. 2026 കർബ പ്രസൻസ് തിരുവോണത്തിന്റെ ആദ്യ മത്സരത്തിലേക്ക് കടക്കാൻ എല്ലാ വിദ്യാർത്ഥികളെയും ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യ മത്സരം ചാക്കിലോട്ടം. ചാക്കിനോട്ടത്തിൽ പേര് നൽകാൻ താല്പര്യമുള്ള എല്ലാ ഇൻമേറ്റ്സിനെയും മൈക്ക് പോയിന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. റൂമിനകത്ത് കിടക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഗ്രൗണ്ടിലേക്ക് സസ്വാഗതം ക്ഷണിക്കുന്നു. ഓടി വരൂ, ചാടി വരൂ, കിടന്നു വരൂ, പറന്നു വരൂ. ഒന്നാം സമ്മാനം ബിസ്ക്കറ്റ്. രണ്ടാം സമ്മാനം 2 ബിസ്ക്കറ്റ്. മൂന്നാം സമ്മാനം 3 ബിസ്ക്കറ്റ്. ചാട്ടം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ അനെക്സിന്റെ മണ്ണിൽ വിട്ടാലോ പ്രസന്റ് തിരുവോണത്തിന്റെ 1ാം പരിപാടി ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നു. സസ്വാഗതം എല്ലാ വിദ്യാർത്ഥികൾക്കും അനെക്സിന്റെ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം, സ്വാഗതം, സ്വാഗതം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ചാക്കിൽ ചാട്ടം, ചാക്കിൽ ചാട്ടം. കടന്നു വരൂ. റൂമിൽ കിടന്നുറങ്ങുന്ന എല്ലാ കൂട്ടുകാരെയും അനെക്സിന്റെ 7th ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ടയർ ജാമിൽ ടയർ ടയർ ഉരുണ്ട് നടക്കും, പറന്ന് നടക്കും, ഓടി നടക്കും സിവിലിന്റെ വിമാനം. ടയർ ജാമിലേ എവിടെ നീ? ചാക്കിൽ ചാട്ട മത്സരം മൈക്ക് പോയിന്റുമായിട്ട് ബന്ധപ്പെടുക. ഒരാളുടെ അവസാന വ്യക്തി ആരാണ്? കടന്നു വരൂ. റഹാൻ അവിടെ കണ്ടോ, അവിടുന്ന് സ്റ്റാർട്ടിങ്. റഹാൻ അമീൻ റഹാൻ രണ്ടുപേര്. ഇതേപോലുള്ള പരിപാടികൾ ഇനി നമുക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. വലുത് വലുത് മുബു പ്രണവ്. ഇതാ 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 മുബു, ഇതാ പ്രണവ്. അല്ലാ പോയി റബ്ബേ. രണ്ടാമത്തെ റൗണ്ട് ട്രിപ്പിൾ തൂക്കിയിരിക്കുന്നു. കാട്ടക്കമ്പനി കാട്ടം വാരിക്കൊണ്ട് പോകേണ്ടതാണ്. ഇല്ല, പോയി. സല്യൂട്ടും എതിർക്കുന്നു.
ജയിക്കും ജയിക്കും. കളി തുടങ്ങിയില്ല. വിസിലടിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അടിക്കാനുള്ള ട്രിപ്പിളിയുടെ ശ്രമം പാളിപ്പോയി. ട്രിപ്പിളി അർജന്റീന കളി കളിക്കൊണ്ട് ട്രിപ്പിളി കാട്ടക്കമ്പനി കബഡി അർജന്റീന മത്സരം റീമാച്ച് ചെയ്യുന്നു. സലൂജ് ആണ്. ഹണി വീണു. ഹണിയുടെ നിക്കരൂരി. അണ്ണൻ തമ്പി വിജയിച്ചിരിക്കുന്നു. സലൂജ് പോയി. സലൂജ് എന്താണ് പറയാനുള്ളത്? സലൂജ് ആവുന്ന പണിക്ക് പോയാൽ പോരെ. എന്തിനാ വീണ്ടും മത്സരത്തിലേക്ക് ഇറങ്ങിയത്? സന്തോഷം മാത്രം. സലൂജ് വീടില്ല. അഭിനവ് ട്രിപ്പിളി ചെറുത് കാട്ടക്കമ്പനിയുടെ കാട്ടമായ ചെറിയ സിനാൻ. കാട്ടക്കമ്പനിയുടെ ബ്രഹ്മാസ്ത്രം മനീഷിന്റെ പൊന്നോമന പുത്രൻ കൊല്ലത്തെ കല്യാണങ്ങളുടെ പേടി സ്വപ്നം. കാട്ടയടിച്ച് ഗ്രൗണ്ടിലൂടെ തട്ടുന്ന ചെറിയ സിനാനിത മത്സരത്തിനിറങ്ങുകയാണ്. ആർക്കാണ് ഇഡലി സാമ്പാർ? ചെറിയ സിനാൻ ഈ വിജയത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ വീക്ക് ഒപ്പോണന്റ് ആയതുകൊണ്ട് എന്നെ പറഞ്ഞ സ്കോഡാണിത്. കള്ളക്കമ്പനി സ്കോഡ്. നിമിൽ ഹാരിസ് നിമിൽ കുറെ നേരങ്ങൾക്ക് ശേഷം നിമിൽ ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എല്ലാ മാച്ചിലും റിഗ്ഡ് മത്സരം കളിക്കാൻ വേണ്ടി മാത്രം കെട്ടിയൊരുങ്ങി ഗ്രൗണ്ടിലെത്തിയ കാട്ടക്കമ്പനിയുടെ കരുത്തുറ്റ ക്യാമറമാൻ, where is my cameraman? നടന്ന എല്ലാ മാച്ചുകളിലും ലീഡ് ഉയർത്തി മെക്ഡോവാല. മത്സരം തുടങ്ങാൻ യൂസുഫ് റിജാസ്. സിവിലിന്റെ കാട്ടങ്ങളുടെ കാട്ടമായ യൂസുഫ് റിജാസും ഇയാറിന്റെ കാട്ടങ്ങളുടെ ഹെഡ് യൂസുഫ് റിജാസ്. യൂസുഫ് നിറഞ്ഞ മനസ്സും പുഞ്ചിരിക്കുന്ന മുഖവുമായി യൂസുഫ് ഓടിക്കോ, തലയെ കൂടെ മുണ്ടിട്ട് ഓടിക്കോ. സിവിലിന്റെ കാട്ടം തോറ്റു, കാട്ടം തോറ്റു, കാട്ടം തോറ്റു, കാട്ടം തോറ്റു. യൂസുഫിന്റെ പഴയ പണിയിലേക്ക് സ്വാഗതം. അതിശക്തമായ മത്സരം തോറ്റതിനു ശേഷം യൂസുഫ് വീണ്ടും കമന്ററി ബോക്സിൽ. അടുത്ത കരുത്തുറ്റ റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഹമ്മദ് ഫയാസ് ഈസി മത്സരം വിജയിക്കുവാൻ ദ്വാരക്കാൻ 50 രൂപ. അൽഹംദുലില്ലാഹ്, മത്സരം മുഹമ്മദ് കാക്കാന്റെ കൊമ്പം മീശ
ആടുതോമ ചാക്കിൽ മത്സരിച്ച ഗോൾ കണ്ടതാണ്. മത്സരത്തിൽ ടയർ ഷാമിൽ തന്നെ ജയിക്കും. മത്സരം തുടങ്ങിയിരിക്കുന്നു. മുഹമ്മദ് ഈസി 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 സനൂജിന് പ്രസവിക്കാൻ മുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. മുഹമ്മദ് അതിശക്തമായ വിജയത്തിനുടമയായ മുഹമ്മദ് ബുള്ളറ്റിനെ വിജയിച്ചിരിക്കുന്നു. ഇതിന്റെ വിഷമം പ്രകടിച്ചുകൊണ്ട് പോയിന്റിൽ കച്ചറ ഉണ്ടാക്കുന്നു. നമ്മൾ തോറ്റുപോയി. അപ്പൊ നമ്മളെ ചാക്ക് റേസ് നടന്നുകൊണ്ടിരിക്കാണ്. ഫസ്റ്റത്തെ റൗണ്ട് എല്ലാം തീർത്ത് അതിൽ നമ്മള് മുന്നിട്ട് നിൽക്കണ ആരാറിയോ? ഫൈവ് കളി തോറ്റതിനു ശേഷം അഫിൻ താജിനെ കാണുവാനില്ല. അഫിൻ താജിനെ കാണുന്നവർ മൈക്ക് പോയിന്റുമായിട്ട് ബന്ധപ്പെടുക. അഫിൻ ഓടി വന്നു, പക്ഷെ പകുതി ആയപ്പോഴത്തേക്ക് നെറ്റ് പോയി. 2G അഫിൻ പകുതി ആയപ്പോഴത്തേക്ക് 2G ആയിപ്പോയി. മൈക്ക് പോയിന്റിലേക്ക് പോവാം. അല്ലെ മൈക്ക് പോയിന്റ് അല്ലല്ലോ, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവാം. രണ്ടാമത്തെ മത്സരത്തിനായി ഫഹ്മി തയ്യാറെടുക്കുന്നു. ഫഹ്മിയെ കാണിക്കൂ. ചാക്കിൽ ചാട്ടം ഫഹ്മി രണ്ടാമത്തെ റൗണ്ട്. വൈജ് എന്താണ് പറയാനുള്ളത്? വളരെ മികച്ചൊരു ചാട്ടമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതെ, വളരെ മികച്ച, വളരെ ആവേശകരമായ മത്സരം. അതെ, ഇതാ ഫഹ്മി രണ്ടാമത്തെ മത്സരത്തിനായി ഫഹ്മി. ആര് ജയിക്കും കാത്തിരുന്ന് കാണാം. രാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ചിക്കണ നിമിൽ. ഓ നിമിൽ അപ്പൊ ഫാമിന്റെ ഒരു കൂളി കിട്ടില്ല ചാട്ടാണ് നമ്മൾ കണ്ടത്. സന്തോഷമല്ല ഒന്നുമില്ല, മെക്കിയേക്കും ഹണി. ചാക്കിൽ ചാട്ട മത്സരത്തിന് ഹണി. നമുക്ക് പ്ലേസിന്റെ അടുത്തേക്ക് പോകാം. സിനാൻ ചെറുത് ഞാനാ ജയിക്കൂ. ഷുവർ. മെക്വാൽക്കൊണ്ട് ഞാൻ ജയിക്കും. അഞ്ചൽ ഇയാന്റെ മുത്ത് കൊണ്ടുപോകും. ആര് ജയിക്കും? കൊണ്ടുപോകും. അതികടുത്തുറ്റ മത്സരമാണ് ഇവിടെ നൽകാൻ പോകുന്നത്. മാറുക, എല്ലാരും മാറുക. ആ നിമിൽ അവിടെ നിന്ന് മാറുന്ന സുഖം എന്താ തുടങ്ങാൻ പോകുന്നു. ഓ ഇതാ സിനാൻ ചെറുത് ചാടാൻ വരുന്നു. കാട്ടക്കമ്പനി ജയിച്ചു ഗായ്സ്. മെക്കു തോറ്റു. തോറ്റു. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ തലകണി അടി മത്സരത്തിലേക്ക് പോകാം. തലകണി അടി മത്സരത്തിൽ ആദ്യമായിട്ട് തലകണി അടി മത്സരം. എല്ലാരും ഒന്ന് മാറിക്കേ. വീഡിയോ അയ്യോ ബ്ലോഗിന് സ്ഥലം കൊടുത്തേ. മത്സരം എന്താണ് പറയാനുള്ളത്? ഞാൻ ജയിക്കും. താങ്കളോ ജയിക്കുമോ? Oh, dang it, what down there?
ഫയാസ് അൻസൽ. വിജയിക്കുമോ? തീർച്ചയായിട്ടും വിജയിക്കുമോ? വിജയിക്കുമോ? പിന്നല്ലാണ്ട് മെക്കിന്റെ അഭിമാനം കാക്കുമോ? അതെ, ആനന്ദ് പറയുന്നത് മെക്കിന് വേണ്ടി ആനന്ദ് വിജയിക്കുമെന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം. അതിവാശിയേറിയ മത്സരം. പെട്ടെന്ന് അമ്മോ, അയ്യോ, ചക്ക വീട്. ഞാൻ ജയിക്കും. മനു ജയിക്കുമെന്നാണ് മനു പറയുന്നത്. വിജയിക്കുമോ? മെക്കിന് വേണ്ടി മത്സരം വിജയിക്കുമോ? മെക്കിന് വേണ്ടി മത്സരിക്കും. ട്രിപ്പിൾ എയുടെ വേണം. എന്താണ് ചീക്കപ്പാതി പറയാനുള്ളത്? കളി കാണും. പാർത്ത് എന്താണ് പറയാനുള്ളത്? ഹം ട്രിപ്പിൾ തോക്കും. ഹം ട്രിപ്പിൾ തോക്കുമെന്നാണ്. അയ്യോ അല്ലാ, അടിയടാ അടിയടാ പൈസ അടിയടാ, എന്നെ അടിയടാ, എന്നെ അടിയടാ, ഞാൻ അടികൊള്ളും. ആർക്ക് വേണ്ടി വേണ്ടി അടികൊള്ളും, അടികൊള്ളും ഞാൻ. തല്ലടാ, തെളിച്ചാവ്, രണ്ടൂടെ തെളിച്ചാവ്. ഐ ഐ അടികൊണ്ട് ഭരിക്കുന്നു. ഐ നൂറടി, അങ്ങോട്ടും ഇങ്ങോട്ടും 100 അടി കൊള്ളും. 100 അടി. സീക്കെ അടിക്കുന്നു, പാർത്ത് അടിക്കുന്നു. വീണ്ടും സീക്കെ, വീണ്ടും പാർത്ത്. സീക്കെ ആടുന്നുണ്ട്. പേരുവടി റബ്ബേ, 100 അടി കഴിഞ്ഞ്. ഇനി ഒരു 100 അടി കൂടെ അടിക്കുന്നു ഷെർഖാൻ. അമ്പോ, ഇനി അടികൾ ഞാൻ കൊല്ലും. പാർത്ത് അടിയാകുമോ? ഈ മത്സരം 1.5 മിനിറ്റ് പേരുവടി. അടിയടി 1.5 മിനിറ്റ് പേരുവടി. അടി തീരുന്നില്ല. പേരുവടി. ഹാഫ് ടൈം. ഇതാണ് ഇവിടുത്തെ മെയിൻ ടീം. ഇവര് ഡാൻസ് കളിച്ച ആരും ഒന്നും പറയൂല. അതിവാശിയേറിയ വടംവലി മത്സരമാണ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. എന്താണ് പറയാനുള്ളത്? ഡി ബ്ലോക്ക് ജയിക്കും, ഷുവർ. മൊട്ടയടിക്കും. മല്ലന്മാരെ കാണാൻ എന്താണ് പറയാനുള്ളത്? ഈ ബ്ലോക്ക് ജയിക്കും. ഈ ബ്ലോക്ക് ഒരു മാറ്റവും ഇല്ല.
ഈ ബ്ലോക്ക് ജയിക്കുമെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഒരിക്കലുമില്ല. ഈ ബ്ലോക്ക് തന്നെ വിജയിക്കും. വാശിയേറിയ വടംവലി മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. റഫറി ആരാ? പേരും തിരക്ക് എല്ലാ ആൾക്കാരും ഇവിടെ റെഡിയാ. ഫസ്റ്റ് മാച്ച് ആരൊക്കെയാ? ഡി ബ്ലോക്കും ഈ ബ്ലോക്കും. അതിവാശിയേറിയ ഡി ബ്ലോക്കും ഈ ബ്ലോക്കും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. വടംവലിയെ പറ്റി 2 വാക്ക് പറയൂ. വടംവലി എന്ന് പറഞ്ഞാൽ കയറോണ്ടാണ് വലിക്കുക. അമ്പോ നോളജ്ഫുൾ വേർഡ്സ്. ഓണത്തിന്റെ തനതായ വലിയാണ് വടംവലി. വടംവലി സൽമാൻ ഇറങ്ങണമെന്ന് എന്റെ അഭിപ്രായം. ഈ ഒരു വടംവലിയിൽ ആരാണ് ജയിക്കുന്നത് പറയൂ. ബി ബ്ലോക്ക്. ബി ബ്ലോക്കോ? അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പോകാം സുഹൃത്തുക്കളെ. പോവില്ലേ ഇതാണ് എന്താണ് അഭിപ്രായം? എന്താണ് വിജയിക്കുമോ? എന്താണ് വിജയിക്കുമോ? അങ്ങോട്ടോ. അടുത്തതായി ഈ ബ്ലോക്കിലേക്ക് പോകാം നമുക്ക്. അതിവാശിയേറിയ സലൂട്ട്. എന്താണ് മത്സരം പറ്റി? ഒരിക്കലും ഇല്ല. ഈ ബ്ലോക്ക് ഇവിടെ ഒന്നും ചെയ്യൂല. എന്താണ് കപ്പ് തൂക്കൂലേ? അജിലാനെ കപ്പ് തൂക്കൂലേ? ഈ ബ്ലോക്ക് കപ്പ് തൂക്കൂലേ? മുത്തേ. അതെ ഞങ്ങളെ കപ്പ് തൂക്കിയിരിക്കും. ലൂസ് അടിക്കാൻ പറഞ്ഞ ലൂസ് അടിക്കുക. അതിവാശിയേറിയ വടംവലി മത്സരം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ തുടങ്ങുന്നതാണ്. എന്താണ് പറയാമോ? മാസം കാണിക്കാൻ നിൽക്കുവാണ് പുറത്തേക്ക്. ഷാജി പാപ്പൻ, സലാമുദിക്കും, വീരം പാപ്പൻ, ഷാജി പാപ്പൻ, ആറ്റം ബോംബിൽ നമ്മൾ സുഹൈബ് സാർ. തോറ്റു തൂരി പണ്ടാറാണെങ്കിൽ തോറ്റു പോയി. ഓടിക്കോ തോറ്റു ഗൈസ്. അയ്യേ വിന്നർ. അടുത്ത മത്സരം ഉണ്ടല്ലോ, കാണാം. ഉണ്ട് 4 മാച്ച് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫസ്റ്റ് റൗണ്ട് തോറ്റിരിക്കുന്നു. സെക്കൻഡ് റൗണ്ട് നമ്മൾ പിടിക്കും. നമ്മളല്ലേ നമുക്ക് സെക്കൻഡ് റൗണ്ട് ഇല്ലേ? ജയിക്കൂലേ? മച്ചമാരെ തോറ്റു പോലെ. ജയിക്കണേ സലൂജ്. മല്ലന്മാരെ വന്നടിക്കും. മല്ലന്മാര് ഒരിക്കലുമില്ല. തൂറ്റിച്ചു കളഞ്ഞു. ഒന്നും പറയണ്ട, ജയിക്കും. നിങ്ങൾക്ക് ഈ ബ്ലോക്കിലെ പിള്ളേരുടെ ശക്തി അറിയാം. നീയൊക്കെ ഒന്ന് വലിക്ക്. ലൂസ് അടിക്കടാ. താത്തേ കയറെടുക്കൂ, എല്ലാരും കയറെടുക്കൂ. അത് വാശിയേറിയ നമ്മൾ ജയിക്കുമായിരിക്കും അല്ലേ? നോക്കും ടൈറ്റ് ചെയ്യടാ. ലൂസ് അടിക്കടാ.
ജയിച്ചു. അങ്ങനെ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങൾ ജയിച്ചു. എന്താ ഇജാസത്ത്? എന്താ പോടാ തോസോ? അടുത്തത് ടോസ് ഇടുകയാണ് സുഹൃത്തുക്കളെ. കണ്ടോ സലൂജെ? കണ്ടോ ചക്കന്മാരെ കണ്ടോ? സലൂജെ കൂളെ റിഗഡ് കളിക്കാൻ നോക്കണ്ട. ചെക്കന്മാര് വലിച്ചു വെച്ചാൽ അതിവാശിയേറിയ വടംവലി മത്സരത്തിൽ ഇമാര് ക്യാഷ് കൊടുത്തല്ലോ. ക്യാഷ് കൊടുക്കാൻ നാണമുണ്ടോ? ഒരിക്കലും ഇല്ല. നീ ആ കാട്ടക്കമ്പനിയുടെ യൂസ് ബോർഡൊക്കെ ചേർന്നേ കളിച്ച ഒരു നാണവും ഇല്ലാതെ ഇവന്മാരുടെ നടപ്പ് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവന്മാർ ജയിച്ചു. നന്നിട്ട് തോറ്റു. ഈ തന്ത മിശാലൊക്കെ പക്കാ പൈസയാ. നിന്നെ എടുത്തോളാം മിശാലെ. ഇത് ഡി ബ്ലോക്ക് കൊണ്ടായതാ. തോറ്റ കളി തോക്കും. ഡി ബ്ലോക്ക് കഴിഞ്ഞ അവിടെ ബ്ലോക്ക് നിങ്ങളോട്ടല്ലേ നമ്മള് ഒന്നും നടക്കൂല. തോക്കും. തോക്കാൻ പോവാ. നമ്മുടെ ഈ ബ്ലോക്കിനെ തോപ്പിച്ചതിന് ശേഷം ഡി ബ്ലോക്ക് വേഴ്സസ് ബി ബ്ലോക്ക് ആണ് മത്സരം നടക്കുന്നത് സുഹൃത്തുക്കളെ. അതിവാശിയേറിയ വടംവലി മത്സരം പുനരാരംഭിക്കുന്നു. നമ്മുടെ സാറാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ മത്സരം. തന്തമിശാൽ എന്തിനാണെന്നോ അറിയില്ല ഇവിടെ കയറിയിരിക്കുന്നു. അമ്പോ മൂന്നാമത്തെ മിസിൽ. തോറ്റു തോറ്റു കാട്ടം തോറ്റു. തോറ്റു. അയ്യേ അയ്യേ തോറ്റു. ആ യൂസ് വേടെ അയ്യേ അയ്യേ തോറ്റേ 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 തോറ്റേ. നാണമുണ്ടോ താങ്കൾക്ക് നാണമുണ്ടോ? തോറ്റ ടീം എന്ത് ഞങ്ങൾ ജയിച്ചിരിക്കും. ഏത് ഒരു കളി കളിക്കൂല. 500 ആരോപണം. ആൾക്കാരെ വലിച്ചു. ബാക്കി ആൾക്കാരെ ഏഴാണെന്ന് ആരോപണം. ആ നമ്മളെ ബാക്കി മൊത്തത്തിൽ ഏഴ് വലിച്ചിട്ടു. ബാക്കി ഞങ്ങളുടെ ചെക്കന്മാർ ഇവിടാണ്. ഞങ്ങളുടെ ടീം ഇതാണ് സുഹൃത്തുക്കളെ. നമ്മൾ ജയിക്കണം. ജീവൻ കൊടുത്തിട്ടായാലും ജയിക്കണം. ജയിക്കൂലേ ദിൽഷാദെ? ഷുവർ വിന്നാണ്. ഇത് നമ്മുടെ മാന പ്രശ്നമാണ്. ഇവിടെ നമ്മൾ ജയിച്ചിരിക്കണം. അതെ ആര്യ ആ കാട്ടക്കമ്പനി ജയിക്കരുത് എന്തായാലും. എടാ ഒരു ബസ് വിളിച്ചിട്ടോ കേറി ഓടാൻ. കാണാടാ ഒന്നും ചെയ്യൂല. 8 നില പൊട്ടു.
വടംവലി 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 ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. അവിടെ നീളം കുറവാണോ? ഉറക്കം വരുത് ഗായ്സ്. ജയിക്കുമായിരിക്കും. ഞങ്ങളുടെ മാനപ്രശ്നമാണ് ഞങ്ങളെ വെളിയിലാക്കി. കുറെ യൂസഫും സംഘാടകരും ചേർന്നു. റിഗ്ഡ് മാച്ച്. 12 ആള് കൂടി വലിച്ചിക്ക, 5 ആള് കൂടുതൽ നിന്ന് വലിച്ചു. ആ മൈക്ക 5 ആള് കൂടുതൽ നിന്ന് വലിച്ച എന്നിട്ടും തോറ്റ്. നമ്മൾ ഈ ബ്ലോഗായിരിക്കും എല്ലാവർക്കും വലിക്കാൻ കൊടുക്കും. അതാണ് നമ്മള്. ചെക്കന്മാര് പൊക്കടാ കപ്പ് നമുക്കാ. എടുത്തോ എടുത്തോ എല്ലാരും എടുത്തോളേ. അച്ഛന്മാരെ പിടിച്ചു വലിച്ചോളാം, ഒരിക്കലും വിടരുത്. ടൈറ്റ് ചെയ്തോ ടൈറ്റ് ചെയ്തോ ടൈറ്റ് ചെയ്തോ ടൈറ്റ് ചെയ്തോ. ആ അറിയോ അറിയോ ഓടിക്കോ ഗൈസ്. എന്താ ഈ ബ്ലോക്ക് അല്ല ചാരെ കാണിച്ചു തരാ കളികള്. ഒന്നേ ഒന്നല്ലേ ഇനിയുണ്ട്. കോട്ടങ്ങീറ്റോ ആ തുപ്പത്തെടുത്തു ക്യാമറയിൽ തുപ്പ കൊണ്ടുവാടാ ഈ ബ്ലോക്കിനെ. ഇനി മത്സരമുണ്ട്, നമ്മൾ ജയിക്കും ഷുവറാണ്. 100 പോയി നമ്മൾ തിരിച്ചു പിടിക്കും. എന്തൊക്കെയോ ചികപക നാറും. ജയിച്ചില്ല. പിള്ളേരെയൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട്. എന്തോ വലിപ്പടിക്കാൻ മാത്രമാണ്. ജയിക്കൂല ഒരിക്കലും ജയിക്കൂല. രണ്ടു കാലം എപ്പോഴും ഒരുമിച്ച് വെക്ക. മറ്റേ പോയി അന്നേരം കാല് പോയി. കളിയിൽ പറ്റിയ തെറ്റാണ്. 2 കാലങ്ങൾ ഫ്രണ്ടും ബാക്കും വെച്ചങ്ങ് കിട്ടൂല. 2 കാലം ഒരേ രീതിയിൽ വെച്ചിട്ട് പെരും പ്ലാനിങ്. ഒരിക്കലും ജയിക്കൂല. ഇമ്മാതിരി പ്ലാനിട്ട ടീം ഒരിക്കലും ജയിക്കൂല. ഒച്ചപ്പാട് മാത്രമേ ഉള്ളൂ. പൈസ ചെക്കന്മാർ റെഡിയല്ലേ? ആ കാട്ടക്കമ്മിലെ യൂസുഫിനെ പറഞ്ഞു വിട്ടേ അപ്പുറത്തോട്ട്. അപ്പുറത്തോടാ. പോയി പൊള്ളിക്കണം. വാ കാര്യത്തിൽ പോയി കളി. മൊത്തം പ്രഷറാ ഇവിടെ. കൂളാ വിചാരിച്ച അവിടെ യൂസഫിനെ നമ്മളെ ഓട്ടിക്കും, ചാടി ഓടിക്കും. ക്യാമറ കൊണ്ടുവരാൻ കേട്ടോ, ഓടിക്കണം. 100 എനിക്കറിയായിരുന്നു പോകുന്നു, അതുകൊണ്ട് 100 വെച്ചോളൂ. ആ യൂസഫിനെ അവിടെ നിന്ന് മാറ്റി. യൂസഫ് മാസ് കളിക്കുന്ന യൂസഫ്. ഫൈസി ഇനി ഡി ബ്ലോക്കിനെ കാണിച്ചത്. വാ കരുത്തരായ വലുത്. ഇല്ലല്ല കഴിഞ്ഞ് ജയിച്ചു. വാ കാണിച്ചു കൊടുക്ക്, പ്ലേസിനെ കാണിച്ചു കൊടുക്ക്. ഫവാസ് വല്ലേ ഇത് ഞങ്ങൾ തൂക്കിയിരിക്കും. അമ്മക്ക് കളിക്കാൻ ആളൊന്നും വേണ്ട, ആൾക്കാർ മതി. കയറപ്പുറം കെട്ടിക്കോ. പോട്ടെ ഈ ബ്ലോക്ക് പോട്ടെ. കുറെ വാണങ്ങൾ കാട്ടക്കമ്പനിയിലെ കുറെ വാണച്ചക്കന്മാർ. ഇതുകൊണ്ടാണ് ഞങ്ങൾ മത്സരത്തിൽ പിൻവലിച്ചത്.
വിഷമമൊന്നുമില്ല, കുറച്ച് പൈസ പോയി, സാരമില്ല, അടുത്ത മാച്ചിൽ തിരിച്ചു പിടിക്കാം. സംസാരിക്കാൻ താല്പര്യമില്ല. എന്താ താല്പര്യമില്ലാതെ? നീ എത്ര മൈരേ? നമ്മുടെ ബ്ലോക്കല്ലേ? നമ്മൾ ബ്ലോക്കല്ലേ? ഇതെന്താ ഉളുപ്പില്ലാതെ പരിപാടി കാണിച്ചു ചെലോലി? ഇസ്ലായി പോയി ജയിക്കണ്ട എങ്ങനെയല്ലേ? നമ്മള് മര്യാദക്ക് ജയിക്കാനും അതിന്റെ അടുക്ക് കുറെ ചെറ്റത്രം കളിച്ചു. അപ്പൊ എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ല. ഓണം എങ്ങനെയുണ്ട്? നല്ല ഓണം, അടിപൊളി ഓണം. എങ്ങനെയുണ്ട് തിരിവോണം? തിരിവ് ഓണം ഭയങ്കര തിരിവായി പോയി. തിരിവ് തുടങ്ങിയോ? തിരിവ് തുടങ്ങിയിട്ടില്ല, തിരിവ് ഇപ്പൊ തുടങ്ങും. രാത്രിയാണ്. അപ്പം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. തിരിഞ്ഞില്ല. ഇതെങ്ങനെ വിജയിക്കാതിരിക്കും? പണിക്ക് വരുന്ന ബംഗാളികളൊക്കെ പിടിച്ച് നിർത്തിയേക്കുന്നത്. അമ്പോ ബംഗാളികളെ പിടിച്ചിട്ടാണ് ജയിച്ചത്. ഏത് കോർട്ടിലും ജയിച്ച ഒറ്റ ടീമുള്ളൂ. ഡി ബ്ലോക്ക്. വിജയിക്കും തീർച്ചയായിട്ടും. ഇനിയുള്ള മത്സരങ്ങൾ നമ്മൾ വിജയിക്കും. അങ്ങനെ ഞങ്ങളുടെ കൊല, ഈ വർഷത്തെ വാഴക്കൊല ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അയ്യോ, ഈ ബ്ലോഗിന്റെ ശ്രാവൺ പേരും വലി. പേരും വലി. വലിയടാ വലിയടാ. പേരും വലി. എന്റെ ഒന്നും പറയാൻ വാക്കുകളില്ല. പേരും വലി. അങ്ങനെ ആര് ജയിച്ചാലും ആ കട്ട കമ്പനിയിലെ പിള്ളേർ ജയിക്കരുത്, അത്രേ ഉള്ളൂ. ആ യൂസഫിന്റെ തൊള്ള കൊടുക്കണം. തൊള്ളയില് യൂസഫ് പിള്ളേരെ കൊണ്ട് ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കുന്നു. തോക്കാൻ ഇത്രയും ബിൽഡപ്പ്. അമ്പോ നിശാലാണ്. തോക്കാൻ എന്തിനാ ഇത്രയും ബിൽഡപ്പ്? ഷുവറായിട്ട് തോക്കും. ഇവര് തോക്കൂലേ? ജയിക്കൂല, തോക്കും. ഇജാസിന്റെ കോസ്റ്റ്യൂം. അമ്പോ തോക്കാൻ എന്തിനാ ഇത്രയും ബിൽഡപ്പ് വൈജയവർക്ക്? ഈ ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ട ബിൽഡപ്പ് ഒന്നും ഇല്ല. ഒരു പടം വലിക്ക് വിശാല് ബോർഡ് കൊണ്ടുവന്ന് ക്ലാസ് എടുക്കും. ആ ബ്ലോക്കാരോട് ഇവരൊരു 15 റൂമുണ്ട്. അത്രയും ആൾക്കാർ ഇത്രയും സലൂജ് എന്തിനാണോ ഞങ്ങളുടെ ജോലി എന്റെ പൊന്ന സൽമാനെ 12 പേരെ വെച്ചത് 5 പേരോ മാനം കെട്ട വിജയം. എന്തിനാറോ ബ്ലോഗ് കംപ്ലീറ്റ് പഠിച്ചു. ചെക്കന്മാരാകുമ്പോ കുറച്ച് കളത്തിലൊക്കെ കാണിക്കും. കാണാം ലാസ്റ്റ് മാച്ച്
ലാസ്റ്റ് മാച്ച് കഴിയട്ടെ കേട്ടാ. കാണാം ഒരു വലിയുണ്ടല്ലോ, ഫൈനലുണ്ടല്ലോ. ഈ ചാട്ടം കാണണം ഫൈനൽ കഴിയുമ്പോഴും കേട്ടാ. കാണ് ആവേശകരമായ കമ്പോയിലൂടെ അവസാന റൗണ്ടുകളിലേക്ക് അതിവാശിയേറിയ ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത്. കട്ട കമ്പനിയും പിന്നെ നമ്മുടെ ബി ബ്ലോക്കും തമ്മിലുള്ള അതിവാശിയേറിയ ഫൈനൽ. അച്ചായ ടൈറ്റ് കാട്ടക്കമ്പനി ജയിച്ചു സുഹൃത്തുക്കളെ. നമ്മൾ മാറി നിൽക്കുകയാണ്, ക്യാമറയിൽ പെടാതെ മാറി നിൽക്കുകയാണ്. ഞാൻ കുറച്ച് മാറിയിക്കാം. നിവേദേ ഇത് കഴിഞ്ഞിട്ടൊന്ന് ഇരിക്കണം, കണക്കിന്റെ സെറ്റിൽ ചെയ്യണം. അയ്യടാ ചത്ര അതിപ്പോ ഈ നിമിൽ ഹാരിസ് എന്താണ് പറയാനുള്ളത്? ലൂസേഴ്സ് ഫൈനൽ ഈ ബ്ലോക്കിന് നടത്തണം. ഈ ബ്ലോക്കിലെ ചെക്കന്മാർക്ക് വിശാലിന് നല്ല അടി കിട്ടും. ഈ ബ്ലോക്കിൽ നല്ല അടി കിട്ടും വിശാലിന്. കേട്ടോ ഈ ആൾക്കൂട്ടത്തിൽ നമ്മൾ വിജയിക്കുമോ എന്നറിയത്തില്ല. വിശ്വ അമ്പോ അച്ചാൻ ചുമ പീഠം. നമ്മുടെ ചെക്കന്മാര് ഫുള്ള് സെറ്റാണ്. ഒരു കൊല മുന്തിരി പങ്കിടുവാനായി നാലിണ കയ്യിൽ. അങ്ങനെ കാട്ടക്കമ്പനി വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ അക്കാര്യം പറഞ്ഞുകൊണ്ട് 2026 വിട്ടാലോ ഓണം ഇവിടെ ഈ ഓണം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ബ്ലോക്ക് അങ്ങനെ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.